സ്റ്റോറി ടെല്ലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ ദ ഫ്രെയിം എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററായ പ്രോജക്റ്റ് ടൈഗർ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോജക്റ്റ് ടൈഗർ റിട്ടൺ ബൈ സത്യജിത്ത് റേ. സത്യജിത്ത് റേ വാസ് ആൻ ഇന്ത്യൻ ഫിലിം മേക്കർ, Indian film director, a famous Indian film director ആണ് സത്യജിത്ത് റേ. Was born 1921 and passed away in 1992. 1921 ജനിക്കുകയും 1992 മരിക്കുകയും ചെയ്ത ഒരു പ്രശസ്തനായ ഇന്ത്യൻ ഫിലിം ഡയറക്ടറാണ് സത്യജിത്ത് റേ. ഓക്കെ, ലെറ്റ് us start our lesson. Project Tiger. Project Tiger. First paragraph. No one can beat Hollywood when it comes to making film with animals in them. I remember films in my childhood, and there were quite a few of them that had an Alsatian called ring ting ting. This dog's action was more impressive than a human's. Later, we got to see 3 or 4 other films with a collie called Lassie. It seemed that the director could make Lassie do just about anything. These trained dogs were famous stars in their own rights, and the money they earned was no less than what a real film star got. Their owners could easily make as much as 100,000 rupees from just on film. Article Sathyajith Ray said that. ഈ ആർട്ടിക്കിളിൽ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളായ പ്രോജക്റ്റ് ടൈഗറിൽ സത്യജിത്ത് റേ പറയുന്നത് ഇതാണ്: നോ വൺ ക്യാൻ ബീറ്റ് ഹോളിവുഡ് വെൻ ഇറ്റ് കംസ് ടു മേക്കിംഗ് ഫിലിം വിത്ത് അനിമൽസ് ഇൻ ദം. സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അനിമൽസിനെ ഉപയോഗിച്ച് സിനിമ എടുക്കുമ്പോൾ, സിനിമ ഷൂട്ടിംഗ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ അനിമൽസിനെ വെച്ചുള്ള സിനിമകളിൽ ഹോളിവുഡ് സിനിമയെ തോൽപ്പിക്കാൻ ആർക്കും ആകില്ല. ഹോളിവുഡ് സിനിമ മീൻസ് വിദേശ സിനിമ, ഇംഗ്ലീഷ് സിനിമകൾ. ഓക്കെ, ഹോളിവുഡ് സിനിമകളെ തോൽപ്പിക്കാൻ ഒരു ഭാഷയിലുള്ള സിനിമകൾക്കും സാധിക്കില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ അനിമൽസിനെ വെച്ചുള്ള സിനിമകൾ എടുക്കുന്നത്. നിങ്ങൾ ഹോളിവുഡ് സിനിമകൾ കാണുകയാണെങ്കിൽ അറിയാം, നമ്മുടെ ഇന്ത്യൻ ടെക്നോളജി ഒന്നും ഒരിക്കലും ഏതിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. ഹോളിവുഡ് ടെക്നോളജിയുടെ അടുത്ത് എത്തിയിട്ടില്ല. ഓക്കെ, ഹോളിവുഡ് എന്ന് വെച്ചാൽ ഒരു സ്റ്റുഡിയോ ആണ്, സിനിമ സ്റ്റുഡിയോ ആണ് ഹോളിവുഡ്. ഓക്കെ, അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലുള്ള ഒരു സിനിമ സ്റ്റുഡിയോ ആണ് എന്തെന്ന് പറയുന്നത്, ഹോളിവുഡ് എന്ന് പറയുന്നത്. നിങ്ങൾ പലപ്പോഴും കണ്ടു കാണും ഹോളിവുഡിൻ്റെ ഭയങ്കര ബോൾഡായിട്ടുള്ള ലെറ്റേഴ്സിൽ, വലിയ കോൺക്രീറ്റ് ലെറ്റേഴ്സിൽ ഹോളിവുഡ് എന്ന് ഒരു മലനിരകളുടെ ഇടയിൽ വലിയ ലെറ്റേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹോളിവുഡ്. ഇവിടെ ഹോളിവുഡ് എന്ന് പൊതുവെ പറയുന്നത് ഇംഗ്ലീഷ് സിനിമയാണ് ഹോളിവുഡ് എന്ന് പറയുന്നത്. ഹോളിവുഡ് സിനിമകളെ തോൽപ്പിക്കാൻ ആർക്കും ആകില്ല, പ്രത്യേകിച്ച് അനിമൽസിനെ വെച്ച് എടുക്കുന്ന സിനിമകൾ. ഐ റിമെമ്പർ ഫിലിം ഇൻ മൈ ചൈൽഡ്ഹുഡ്. സത്യജിത്ത് റേ റിമെമ്പേർഡ്, അദ്ദേഹം ഓർക്കുകയാണ് ഫിലിം ഇൻ ഹിസ് ചൈൽഡ്ഹുഡ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു കഥ, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം കണ്ടൊരു സിനിമയെക്കുറിച്ച് ഓർക്കുന്നു. ഇൻ ദെയർ വെയർ ക്വൈറ്റ് എ ഫ്യൂ ഓഫ് ദം. അതുപോലെ കുറച്ച് സിനിമകളെ ഉണ്ടായിരുന്നുള്ളൂ ഇതുപോലെ. ദാറ്റ് ഹാഡ് എ അൽസേഷൻ കോൾഡ് റിംഗ് ടിങ് ടിങ്. അൽസേഷൻ ഒരിനം പട്ടി. ഈ സിനിമയിൽ ഒരു അൽസേഷൻ നായ ഉണ്ട്. അതിൻ്റെ പേരാണ് റിംഗ് ടിങ് ടിങ് എന്നുള്ളൊരു നായ. അതിനെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ചൊരു സിനിമ സത്യജിത്ത് റേ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് കണ്ടു. അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഓർക്കുന്നത്. ദിസ് ഡോഗ് ആക്ടിങ് വാസ് മോർ ഇംപ്രസീവ് ദാൻ എ ഹ്യൂമൻസ്. ഈ പട്ടിയുടെ റിംഗ് ടിങ് ടിങ് എന്ന ഈ പട്ടിയുടെ അഭിനയം ഒരു മനുഷ്യൻ്റെ അഭിനയത്തെക്കാളും പെർഫെക്റ്റ് ആണ്, മനുഷ്യൻ്റെ അഭിനയത്തെക്കാളും ഇംപ്രസീവാണ്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ആ സിനിമയിൽ ആ അൽസേഷൻ നായ അഭിനയിക്കുന്നത് എന്നാണ് സത്യജിത്ത് റേ പറയുന്നത്. ലേറ്റർ വി ഗോട്ട് ടു സീ 3 or 4 other films with a collie called Lassie.
പിന്നെ ഒരു 3-4 സിനിമകൾ കണ്ടിട്ടുണ്ട്. കോളി മീൻസ് ഒരിനം പട്ടിയാണ്. കോളി എന്ന ഇനത്തിൽപ്പെട്ട പട്ടി, ആ പട്ടിയുടെ പേരാണ് ലാസി എന്ന് പറയുന്ന പട്ടിയെ കൊണ്ട് അഭിനയിപ്പിച്ച 1-2 സിനിമകൾ ഞാൻ 2-3 സിനിമകൾ പിന്നെയും കണ്ടിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ അൽസേഷ്യൻ, ഇപ്പോഴത്തെ കോളി മീൻസ് എ ടൈപ്പ് ഓഫ് ഡോഗ്. ആ പട്ടിയെ കൊണ്ട് അഭിനയിപ്പിച്ച 1-2 സിനിമകൾ ഞാൻ വീണ്ടും കണ്ടിട്ടുണ്ട്. ഇറ്റ് സീംഡ് ദാറ്റ് ദ ഡയറക്ടർ കുഡ് മേക്ക് ലാസി ഡു ജസ്റ്റ് അബൌട്ട് എനിത്തിങ്. ഈ സിനിമ കണ്ടാൽ തോന്നും ഈ ലാസി എന്ന് പറയുന്ന പട്ടി കൊണ്ട് ഏത് വേണമെങ്കിലും അഭിനയിപ്പിക്കാം. സംവിധായകന്, ഡയറക്ടർക്ക് എന്ത് വേണമെങ്കിലും അഭിനയിപ്പിക്കാം. അത്ര അഭിനയ പാഠവുമുള്ള പട്ടിയാണ് ഈ ലാസി. ആ പട്ടിക്ക് എന്ത് കൊടുത്താലും അഭിനയിക്കുമെന്ന് നമുക്ക് തോന്നിപ്പോവും. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ലാസി എന്ന് പറയുന്ന പട്ടിയും ആ സിനിമയിൽ അഭിനയിച്ചത്. ദീസ് ട്രെയിൻഡ് ഡോഗ്സ് വെയർ ഫേമസ് സ്റ്റാർസ് ഇൻ ദെയർ ഓൺ റൈറ്റ്സ്. പിന്നെ ഈ പട്ടികൾ വളരെ ഫേമസ് സ്റ്റാർസാണ്. ഹോളിവുഡിലെ ഫേമസ് ആയിട്ടുള്ള സ്റ്റാർസ്, താരങ്ങളാണ്. ഓക്കെ. ആൻഡ് ദ മണി ദേ ഏൺ വാസ് നോ ലെസ് ദാൻ വാട്ട് എ റിയൽ ഫിലിം സ്റ്റാർ ഗോട്ട്. അപ്പോൾ തന്നെ റിയൽ ഫിലിം സ്റ്റാറിന് കിട്ടുന്ന, ഒരു യഥാർത്ഥ സിനിമാ നടന് കിട്ടുന്ന പൈസയാണ് ആർക്കും കിട്ടുന്നത്? ഈ പട്ടികൾക്കും കിട്ടുന്നത്. പട്ടിക്ക് ഇപ്പോൾ അഭിനയിക്കാൻ പട്ടിയല്ലേ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പട്ടികൾക്കും പൈസ കൊടുക്കണം. അത് ആർക്ക് കൊടുക്കുന്നത് പോലെ ഒരു യഥാർത്ഥ ഫിലിം സ്റ്റാറിന് കൊടുക്കുന്ന അതേ പൈസ തന്നെ ആർക്കും കൊടുക്കണം, പട്ടികൾക്കും കൊടുക്കണം. അപ്പോൾ പട്ടിയുടെ ഓണറിന് നല്ല പൈസ കിട്ടും. പക്ഷെ എന്ത് കാരണം വെച്ചാൽ അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആരുടെ അഭിനയം. പൈസ കൊടുത്ത് പോകും ഓട്ടോമാറ്റിക്കായിട്ട്. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഈ പട്ടികൾ ആ സിനിമയിൽ അഭിനയിക്കുന്നത്. ഓക്കെ. Their owners could easily make as much as 100,000 rupees from just one film. ഒരു സിനിമകളിൽ നിന്ന് തന്നെ ഇതിന്റെ ഓണേഴ്സിന് ആയിരങ്ങൾ സമ്പാദിക്കാനാവും. അന്നത്തെ കാലത്താണ് ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ കാലഘട്ടം 1921 മുതൽ 1992. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ്. അന്നൊക്കെ 1000 എന്ന് വെച്ചാൽ ഭയങ്കര വിലയാണ്. അപ്പോൾ ഇതിന്റെ ആരുടെ ഓണേഴ്സിന്, ഈ പട്ടികളുടെ ഓണേഴ്സിന് ഈസി ആയിട്ട് ആയിരങ്ങളും 10,000ങ്ങളും സമ്പാദിക്കാനാവും. ആരെ കൊണ്ട്? ഈ പട്ടികളെ കൊണ്ട്. ഈ പാരഗ്രാഫിൽ സത്യജിത്ത് പറയുന്ന ഇതാണ്, ഹോളിവുഡ് സിനിമകളെ വെല്ലാൻ ആർക്കും പറ്റത്തില്ല. ആർക്കും, പ്രത്യേകിച്ച് അനിമൽസിനെ കേന്ദ്ര കഥാപാത്രമാക്കി അഭിനയിപ്പിക്കുന്ന സിനിമകളിൽ. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് കണ്ട ഒരു ഓർമ്മ പറയുകയാണ്. അദ്ദേഹം കുട്ടിക്കാലത്ത് കണ്ട 2 സിനിമകളിൽ, 1-2-4 സിനിമകളിൽ ഒരു അൽസേഷ്യൻ, അതിന്റെ പേരാണ് റിങ് ടിങ് ടിങ് എന്ന പട്ടിയും, കോളി എന്ന ഇനത്തിൽപ്പെട്ട വേറൊരു പട്ടി, എൻ്റെ പേര് ലാസി. ഇവരുടെ അഭിനയം കണ്ടാൽ നമ്മൾ അന്തം വിട്ടിരിക്കും. ഒരു യഥാർത്ഥ ഫിലിം സ്റ്റാറിന് കിട്ടുന്ന പൈസ അതേപോലുള്ള പൈസയാണ് ഇവർക്കും കിട്ടുന്നത്. പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ആ സിനിമകളിൽ അഭിനയിക്കുന്നത്. ഓക്കെ. I realized how reverently these animal actors were treated when I happened to see the shooting of a film 20 years ago in Disney studio in Hollywood. The main character in this film was a large dog. I reached the studio to find that the shooting had not yet started. The cameraman was getting the lights ready. It is customary for actors to be present when the lights are arranged, for they have to show the cameraman how they will walk or where they will stand in a particular shot. In the case of very famous stars, this job is done by their stand-in. A stand-in is usually a person who is physically similar to the real star. The stars themselves arrive only when the lights are ready and it is time to take a shot. ഈ പാരഗ്രാഫിൽ പറയുന്നത്, ഒരു ഷൂട്ടിംഗ് കാണുവാനായിട്ട് സത്യജിത്ത് ഡിസ്നി സ്റ്റുഡിയോയിൽ എത്തിയപ്പോഴാണ് ഈ അഭിനേതാക്കളോട് അല്ലെ മൃഗങ്ങളോട്, ഈ സിനിമ അഭിനയിക്കുന്ന മൃഗങ്ങളോട് എന്ത് ആദരവോടുകൂടിയാണ് മറ്റുള്ളവർ പെരുമാറുന്നത് എന്ന് ഒരു ഷൂട്ടിംഗ് കാണാൻ ചെന്നപ്പോഴാണ് ആർക്ക് മനസ്സിലായത്? നമ്മുടെ സത്യജിത്ത് റേക്ക് മനസ്സിലായത്. ഐ റിയലൈസ്ഡ് ഹൗ റിവറന്റ്ലി മീൻസ് ആദരവോടുകൂടി അനിമൽ ആക്ടേഴ്സ് ട്രീറ്റഡ്. ഈ അനിമൽ ആക്ടർ, മൃഗ അഭിനേതാക്കളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് എനിക്ക് ഒരു ഷൂട്ടിംഗ് കാണാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് ആര് പറയുന്നു? റേ പറയുന്നു. ഏത് സ്റ്റുഡിയോയിൽ? 20 വർഷങ്ങൾക്ക് മുന്നേ ഡിസ്നി സ്റ്റുഡിയോയിൽ, ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോ. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. ഈ സിനിമയിലെ
പ്രധാന കഥാപാത്രം ആരായിരുന്നു? ഞാൻ അഭിനയം കാണാൻ ചെന്ന ഷൂട്ടിംഗ് കാണാൻ ചെന്ന ആ സിനിമയിലെ പ്രധാന കഥാപാത്രം ഒരു പട്ടിയായിരുന്നു. I reached the studio to find that the shooting had not yet started. ചെന്നപ്പോൾ ഷൂട്ടിംഗ് കാണാനായിട്ട് ചെന്നപ്പോൾ മനസ്സിലായി എന്ത് തുടങ്ങിയിട്ടില്ല, ഷൂട്ടിംഗ് ഇതുവരെയും തുടങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി, ഷൂട്ടിംഗ് തുടങ്ങിയില്ല എന്ന് മനസ്സിലായി. The cameraman was getting the lights ready. ക്യാമറാമാൻ ലൈറ്റുകൾ റെഡിയാക്കുന്നു. ലൈറ്റ് മീൻസ് എന്താണ്? സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല പ്രകാശം ആവശ്യമാണ് അല്ലേ? അപ്പോൾ ആ പ്രകാശം പണ്ട് കാലത്ത് ഈ ക്യാമറ ഇന്നത്തെ കാലത്തിന്റെ ക്വാളിറ്റി ഇല്ലായിരുന്നു. പണ്ട് കാലത്തെ നല്ല വെട്ടം അറേഞ്ച് ചെയ്യുന്നത് ക്യാമറാമാൻ ഷൂട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ അയാൾ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തൊക്കെ എവിടെയൊക്കെ പോകും അവിടെ മൊത്തം നല്ല വെട്ടം അറേഞ്ച് ചെയ്യും. ഇറ്റ് ഈസ് കസ്റ്റമറി ഫോർ ആക്ടേഴ്സ് ടു ബി പ്രസന്റ് വെൻ ദ ലൈറ്റ്സ് ആർ അറേഞ്ച്ഡ്. പിന്നെ വേറെ ഒരു പതിവ്, കസ്റ്റം മീൻസ് പതിവായിട്ടുള്ള കാര്യമുണ്ട്. ഈ ലൈറ്റുകൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ആര് വരണം? അവിടെ അഭിനേതാക്കൾ ഉണ്ടാവണം. കാരണം അഭിനേതാക്കളുടെ പൊസിഷൻ, അതായത് ക്യാമറാമാൻ എവിടെയൊക്കെയാണ്, ക്യാമറ പോകുമ്പോൾ അഭിനേതാക്കൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നത് അവിടെ മൊത്തം നല്ല വെട്ടം വേണം ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ സാധാരണ ഈ വെട്ടടിക്കുമ്പം ആളിൻ്റെ മുഖം മാറുന്നു. മുഖത്ത് പ്രകാശം നല്ല ക്ലിയർ ആയിട്ട് ആളിനെ ഒരു ആക്ടറിനെ കാണാൻ പറ്റും. വെട്ടം അടിക്കുന്ന സമയത്ത്. അപ്പോൾ സിനിമകളുടെ നമ്മൾ ആ വെട്ടത്തിൻ്റെ ഒരു സാന്നിധ്യം സിനിമകളെ ഭയങ്കര ക്വാളിറ്റി ഉള്ളതാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇരുണ്ട് പോകും. അങ്ങനെ ഇവിടെ ഞാൻ ചെന്നപ്പോൾ ക്യാമറാമാൻ ലൈറ്റ്സുകൾ അറേഞ്ച് ചെയ്യുന്നു. ഫോർ ദേ ഹാവ് ടു ഷോ ദ ക്യാമറമാൻ ഹൗ ദേ വിൽ വാക്ക് ഓർ വേർ ദേ വിൽ സ്റ്റാൻഡ്. എന്നിട്ട് കുറച്ച് ആക്ടേഴ്സ് അവരുടെ ഭാഗം കാണിച്ചു കൊടുക്കും. ഞാൻ ഇവിടെയൊക്കെയാണ് അഭിനയിക്കുന്നത്, ഈ സ്ഥലത്തൊക്കെ നിന്നാണ് അഭിനയിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അവിടെയൊക്കെ എന്ത് വേണം, വെട്ടം വേണമെന്ന് മെയിൻ ആക്ടേഴ്സൊക്കെ വന്ന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ക്യാമറാമാൻ ലൈറ്റ് അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ചില അഭിനേതാക്കൾ, ഈ സിനിമയിൽ അഭിനയിക്കുന്നവർ എന്ത് ചെയ്യുന്നു, അവർ നടക്കുന്ന സ്ഥലവും അവർ നിൽക്കുന്ന സ്ഥലവും ഒക്കെ കാണിച്ചു കൊടുക്കുന്നു വെട്ടം അറേഞ്ച് ചെയ്യാൻ വേണ്ടി. ഇൻ എ പർട്ടിക്കുലർ ഷോട്ട്. ഇൻ ദ കേസ് ഓഫ് വെരി ഫേമസ് സ്റ്റാർസ്, this job is done by their stand-ins. ഒരു വേർഡാണ് സ്റ്റാൻഡ് ഇൻ, ഡ്യൂപ്പ് എന്ന് പറയും. ഇപ്പോൾ സാധാരണ ഫേമസ് സ്റ്റാർസ് ആണെങ്കിൽ അവർക്ക് പകരം ആര് വരും? അവരുടെ സ്റ്റാൻഡ് ഇൻ, അവരുടെ ഡ്യൂപ്പ് വരും. അവരെ പകരക്കാരൻ വന്ന് പറഞ്ഞു കൊടുക്കും, ഇവിടേക്കാണ് മെയിൻ താരം വരുന്നത്, ഇവിടേക്കാണ് മെയിൻ താരം നിൽക്കുന്നത്, അപ്പോഴവിടേക്ക് എന്ത് ചെയ്യുക, ലൈറ്റ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ മെയിൻ താരങ്ങളൊന്നും വരത്തില്ല, മെയിൻ താരങ്ങളൊക്കെ അകത്തിരിക്കും. ഈ സമയത്ത് അവർക്ക് പകരം അവിടെ സ്റ്റാൻഡ് ഇൻസ് ആണ് വരുന്നത്. എ സ്റ്റാൻഡ് ഇൻ ഈസ് യൂഷ്വലി എ പേഴ്സൺ ഹു ഈസ് ഫിസിക്കലി സിമിലർ ടു ദ റിയൽ സ്റ്റാർ. ഒരു സ്റ്റാൻഡ് എന്ന് വെച്ചാൽ എ പേഴ്സൺ ആയിരിക്കും, ഒരാളായിരിക്കും, ഫിസിക്കലി സിമിലർ ആയിരിക്കും ടു മെയിൻ സ്റ്റാർ. പ്രധാന കഥാപാത്രവുമായി സാദൃശ്യം ഉണ്ടാകുന്ന ഒരാളായിരിക്കും എപ്പോഴും സ്റ്റാൻഡ് ഇൻസ്. നമ്മൾ ഡൂപ്പ് എന്ന് പറയുന്ന പോലെ ഇത് ഡൂപ്പുകളായിരിക്കും വന്ന് ആ ലൈറ്റ് അറേഞ്ച് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുന്നത്. The stars themselves arrive only when the lights are ready and it is time to take a shot. മെയിൻ സ്റ്റാറുകൾ എപ്പോഴേ വരൂ? ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ച് അഭിനയം തുടങ്ങുന്ന സമയത്ത് മാത്രമാണ് ആര് വരുന്നത്? മെയിൻ സ്റ്റാർസ് വരുന്നത്. അപ്പം അതുവരെ ലൈറ്റ് അറേഞ്ച്മെന്റ് എല്ലാം ചെയ്യുന്നത് ആരായിരിക്കും? ഡൂപ്പുകളായിരിക്കും, മെയിൻ താരങ്ങളുടെ. മറ്റേ സാധാരണ താരങ്ങളൊക്കെ വരും. അപ്പോൾ ഈ സംഭവമാണ് ഡിസ്നി സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ സത്യജിത്ത് റേ കാണുന്നത്. ഷൂട്ടിംഗ് കാണാനായിട്ട് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. Here in Disney studio, I noticed that a few actors were moving about in the set. ഞാൻ നോക്കിയപ്പോൾ ഡിസ്നി സ്റ്റുഡിയോയിലെത്തി ഷൂട്ടിംഗ് കാണാനായിട്ട് റേ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് താരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഷൂട്ടിംഗ് സ്ഥലത്ത്, ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു ഷൂട്ടിംഗ്. ആൻഡ് ഓൺ സൈഡ്, ഒരു സൈഡിൽ സ്റ്റാൻഡിങ് ക്വയറ്റ്ലി വാസ് ദ പ്രൊട്ടാഗണിസ്റ്റ്. ശാന്തനായിട്ട് ആര് നിൽക്കുന്നു? പ്രൊട്ടാഗണിസ്റ്റ് മീൻസ് അതിലെ മെയിൻ നടൻ, മെയിൻ ആക്ടർ നിൽക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ സിനിമയിലെ മെയിൻ ആക്ടർ ഇങ്ങനെ ഒരു സൈഡിൽ നിൽക്കുന്നു. ദ സെയിം ലാർജ് ഡോഗ്, ആ വലിയ പട്ടി. ഹു വാസ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഹിയർ? ലാർജ് ഡോഗ്, ആ വലിയ പട്ടി, ഒരു വലിയ പട്ടി. അതിൻ്റെ അഭിനയം കാണാനാണ് വന്നിരിക്കുന്നത്. പട്ടികളെ എങ്ങനെയാണ് സിനിമയിൽ അഭിനയിപ്പിക്കുന്നത് എന്നറിയാൻ വേണ്ടി റേ എത്തിയതാണ്. ഇവിടെ നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് അവിടെ നിൽക്കുന്നു. ദ ക്യാമറാമാൻ ഷൗട്ടഡ് ടു എവരിവൺ ടു ടേക്ക് ദെയർ പൊസിഷൻസ്. ക്യാമറാമാൻ വിളിച്ചു പറയുന്നുണ്ട്, എല്ലാവരും എന്ത് ചെയ്യുക, പൊസിഷൻ കീപ്പ് ചെയ്യുക. ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ നടന്മാരും എന്ത് ചെയ്യുക, പൊസിഷനിൽ വരിക, ക്യാമറയ്ക്ക്
മുന്നിൽ വരിക എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ബട്ട് ദ ഡോഗ് റിമൈൻഡ് വെയർ ഇറ്റ് വാസ്. പക്ഷേ ആ പ്രൊട്ടാഗനിസ്റ്റ് ആയ പട്ടി എവിടെയാണോ നിന്നത് അവിടെ തന്നെ നിന്നു, ചലിച്ചില്ല. അവൻ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നു. ദിസ് പസിൽഡ് മീ. ഇത് എന്നെ ആശയക്കുഴപ്പത്തിലാക്കി. ഏത്? ഈ സംഭവം. പട്ടി പ്രൊട്ടാഗനിസ്റ്റ് അവിടെ തന്നെ നിൽക്കുന്നു, നടൻ അഭിനയിക്കാൻ ഇല്ലേ? എനിക്ക് ആശയക്കുഴപ്പത്തിലാക്കി. ഇവനല്ലേ നടൻ? നടൻ പിന്നെ എന്ത് ഒന്നും മിണ്ടാത്തത്, ഒന്നും ചലിക്കാത്തത് എന്താ? കുഡ് ഇറ്റ് ബി ദാറ്റ് ഇറ്റ് വാസ് നോട്ട് റിക്വയർഡ് ഇൻ ദ നെക്സ്റ്റ് ഷോട്ട്? ഞാൻ വിചാരിച്ചപ്പോൾ ഈ ഷോട്ടിൽ മിക്കവാറും ഇവന് അഭിനയിക്കാൻ സാധ്യത കാണത്തില്ല. അടുത്ത ഷോട്ടിലായിരിക്കും നമ്മുടെ പ്രൊട്ടാഗനിസ്റ്റായ പട്ടി അഭിനയിക്കാൻ ഉള്ളത്. അപ്പോൾ ഈ ഷോട്ടിൽ മിക്കവാറും അതിന് അഭിനയിക്കാൻ സാധ്യതയില്ല, അഭിനയിക്കാൻ കാണില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഈ പ്രൊട്ടാഗനിസ്റ്റ് ഇവിടെ. പ്രൊട്ടാഗനിസ്റ്റ് മീൻസ് മെയിൻ ആക്ടർ. ഓക്കെ, ആ പാരഗ്രാഫിൽ സിനിമ ഷൂട്ടിംഗ് കാണാൻ ചെന്ന റേ കാണുന്നത് എന്താണ്? സിനിമയുടെ അറേഞ്ച്മെന്റുകളാണ്. മെയിൻ നടനായിട്ടുള്ള പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ടുള്ള പട്ടി ഒരു സൈഡിൽ തന്നെ നിൽക്കുന്നു. ഇത് അദ്ദേഹത്തെ എന്താക്കി? കൺഫ്യൂസ്ഡ്. ഓക്കെ, ബിഫോർ ഐ കുഡ് ആസ്ക് സംവൺ എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും ചോദിക്കാം. ഞാൻ ആരോട് ചോദിക്കാൻ, എന്താ ഈ നമ്മുടെ പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ടുള്ള ഈ പട്ടി അനങ്ങാത്തതെന്ന് ചോദിക്കാനായിട്ട് വന്നപ്പോൾ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം അവിടെ സംഭവിക്കുന്നു. ഞങ്ങളുടെ അപരിചിതമായ, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം അവിടെ നടന്നു. From nowhere appeared a little dwarf, followed by another man carrying a hairy dog skin. പെട്ടെന്ന് എവിടെ നിന്നോ എ ഡ്വാഫ് മീൻസ് കുള്ളൻ. ഡ്വാഫ് മീൻസ് കുള്ളൻ. ഒരു കുള്ളൻ പെട്ടെന്ന് വന്നു. ഫോളോഡ് ബൈ അനദർ മാൻ, അയാളുടെ കൂടെ വേറൊരു ആളും. ക്യാരിങ് എ ഹെയറി ഡോഗ് സ്കിൻ, കൂടെ വരുന്ന ആളുടെ കയ്യിൽ ഒരു പട്ടിയുടെ തോലുമുണ്ട്. ഒരു ഡ്വാഫ് ഉണ്ട്, അയാളുടെ കൂടെ ഒരു ആൾ വരുന്നുണ്ട്, അയാളുടെ കയ്യിൽ പട്ടിത്തോലുണ്ട്. Then to my perfect amazement the dwarf went down on all the four on a chalk mark on the floor. പെട്ടെന്ന് ഈ ഡ്വാഫ് എന്ത് ചെയ്തു? നിലത്ത് ഒരു ചോക്ക് മാർക്ക് വരച്ചിട്ടുണ്ട്. അതിൻ്റെ അവിടെ 4 കാലിൽ നിൽക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഈ ആന കളിക്കുമെന്ന് കണ്ടിട്ടില്ല? ആന കളിക്കുമ്പോൾ നിൽക്കില്ലേ ഒരു പൊസിഷൻ, മൃഗങ്ങളെ കാണിക്കുമ്പോൾ ഒരു പൊസിഷൻ, കൈയും ഇവിടെ 4 കാലിൽ നിൽക്കുന്നത് പോലെ ഈ ഡ്വാഫ് അവിടെ ഇങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ 4 കാലിൽ നിന്നു ചോക്ക് മാർക്കിൽ. ഓക്കെ, ജസ്റ്റ് ലൈക്ക് എന്നിട്ട് ഈ കൂടെ വന്ന ആൾ ഈ പട്ടിത്തോൽ ഇയാളുടെ മുകളിലൂടെ ഇട്ട് കൊടുത്തു. ജസ്റ്റ് ലൈക്ക് ആൻ അനിമൽ ആൻഡ് ദ ഡോഗ് സ്കിൻ വാസ് ഡ്രോപ്ഡ് ഓവർ ഹിം. അയാൾ 4 കാലിൽ നിന്നു, ഒപ്പം തന്നെ ഡോഗ് സ്കിൻ, പട്ടിയുടെ സ്കിൻ ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുത്തു. Then he crawled from one mark to another. അപ്പോൾ അതിന് ശേഷം ഈ ഡ്വാഫ് എന്ത് ചെയ്തു? ഒരു മാർക്കിൽ നിന്ന് വേറൊരു മാർക്കിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? നടക്കാൻ തുടങ്ങി. ഒരു പട്ടി, ഒരു അനിമൽ പോകുന്ന പോലെ ഈ ഡ്വാഫ്, പട്ടിത്തോലണിഞ്ഞ ഈ ഡ്വാഫ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പോകാൻ തുടങ്ങി. ആൻഡ് ദ ക്യാമറാമാൻ ഗോട്ട് ബിസി വിത്ത് ദ ലൈറ്റ്സ്. ക്യാമറാമാൻ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ഷൂട്ടിങ്ങിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. To finally dawned upon me that this dwarf was paid to be the god's stand-in. പെട്ടെന്നാണ് എനിക്ക് മനസ്സിലായത് ഈ ഡ്വാഫാണ്, ഈ കുള്ളനാണ് ആരുടെ സ്റ്റാൻഡിൻ. സ്റ്റാൻഡിൻ മീൻസ് ഡ്യൂപ്പ്. നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ആ പട്ടിയുടെ സ്റ്റാൻഡിൻ ഡ്യൂപ്പാണ് ഈ കുള്ളൻ. ആ പട്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരാണ്? ഈ കുള്ളനാണ് എന്ന് എനിക്ക് മനസ്സിലായി. പട്ടിക്ക് വരെ എന്തുണ്ട്? ഡ്യൂപ്പ് ഉണ്ട്. ആ ഡ്യൂപ്പായിട്ട് അഭിനയിക്കാൻ വേണ്ടിയായിരുന്നു ആരെ കൊണ്ടുവന്നത്? ഈ ഡ്വാഫിനെ കൊണ്ടുവന്നത്. ഓക്കെ, പല സ്ഥലങ്ങളിലും ഡ്വാഫാണ് ഈ പട്ടിക്ക് പകരം അഭിനയിച്ചത്. ഓക്കെ, എവരി അനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം ഈസ് വെൽ ട്രെയിൻഡ്. ഹോളിവുഡിലെ എല്ലാ അനിമൽസും വെൽ ട്രെയിൻഡ് മീൻസ് നല്ല പരിശീലനം സിദ്ധിച്ചവയാണ്, നല്ല പരിശീലനം കിട്ടിയവയാണ്. അതിൽ അഭിനയിക്കുന്ന എല്ലാ മൃഗങ്ങളും പക്ഷികളായാലും നല്ല പരിശീലനം കിട്ടുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പട്ടിയെയോ ഹോഴ്സിനെയോ ട്രെയിൻ ചെയ്യാൻ യാതൊരു പാടുമില്ല. കാരണം മനുഷ്യമായിട്ട് ഏറ്റവും ഇണങ്ങി ജീവിക്കുന്ന മൃഗങ്ങളാണ് പട്ടിയും ഹോഴ്സും. ഇവയൊക്കെ ട്രെയിൻ ചെയ്ത് എടുക്കാൻ യാതൊരു പ്രയാസവുമില്ല. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് എ ട്രെയിൻഡ് റൈവൺ? കാക്ക, റൈവൺ. പക്ഷെ നിങ്ങൾ ഒരു കാക്കയെ, ബലിക്കാക്ക, ആൺകാക്ക എന്ന് പറയുന്നത്, അണ്ടക്കാക്ക. ഓക്കെ, ഈ ഒരു വലിയ ബലിക്കാക്കയെ ട്രെയിൻ ചെയ്യിച്ചെടുക്കുക
എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നുന്നുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാക്കയെ ട്രെയിനിങ് ചെയ്ത് എടുത്ത സംഭവം? സിനിമയ്ക്ക് വേണ്ടി കാക്കയെ ട്രെയിനിങ് ചെയ്യിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും അത്ഭുതം തോന്നിയിട്ടുണ്ടോ? നോട്ട് ജസ്റ്റ് 1 or 2, 1 or 2 അല്ല, 1 or 2 കാക്കകളല്ല, ബട്ട് നിയർലി 100 ഓഫ് ദം, ഏകദേശം 100 കാക്കകൾ. 100 കാക്കകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ട്രെയിനിങ് കിട്ടിയ 100 കാക്കകൾ അഭിനയിക്കുന്ന സിനിമ ഒന്ന് സങ്കല്പിച്ച് നോക്കി. അങ്ങനെ ഒരു സിനിമ. ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ്. ഇതുപോലും ഹോളിവുഡിൽ സാധ്യമാണ്. ഇങ്ങനെ ഒരു കാക്കകളെ വെച്ചുള്ള സിനിമ എടുക്കണം, കാക്കകളെ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ അതും കിട്ടും ഹോളിവുഡിൽ. അങ്ങനെ സംഭവം ഉണ്ട്. ഓക്കെ. When the creator of some of the best suspense films in the history of cinema, Alfred Hitchcock, ഇംഗ്ലണ്ട് അവിടെ ഹോളിവുഡിലെ ഏറ്റവും മികച്ച ഒരു സസ്പെൻസ് ത്രില്ലർ ഡയറക്ടറാണ് ആൽഫ്രഡ് ഹിച്ച്കോക്ക്. ആൽഫ്രഡ് ഹിച്ച്കോക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുണ്ട്. ആ സിനിമയ്ക്ക് വേണ്ടി വന്നത് 100 ബലിക്കാക്കുകളായിരുന്നു. ഡിസൈഡ് ടു മേക്ക് ദ ഫിലിം കോൾഡ് ബേർഡ്സ്. ബേർഡ്സ് എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കാനായി തീരുമാനിച്ചു ആൽഫ്രഡ് ഹിച്ച്കോക്ക്. ഓർത്തിരിക്കുക, ആൽഫ്രഡ് ഹിച്ച്കോക്ക് തീരുമാനിച്ചു ബേർഡ്സ് എന്ന പേരിൽ ഒരു സിനിമ എടുക്കും. ഇൻ ദിസ് സ്റ്റോറി ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഹ്യൂമൻസ്. ദ തീം ഓഫ് ദ സ്റ്റോറി ഈസ് ബേർഡ്സ് അറ്റാക്കിംഗ് ഹ്യൂമൻ. മനുഷ്യനെ ആക്രമിക്കുന്നതാണ് അതിന് തീം. ലോകത്തിലുള്ള പക്ഷികളെല്ലാം കൂടെ മനുഷ്യനെ ആക്രമിക്കാൻ വരുന്നത്, അതാണ് തീം. ഒരു ബേർഡ്സ് എന്നാണ് സിനിമ. നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി, യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയാൽ കാണാം. ബേർഡ്സ് എന്ന് പറയുന്ന സിനിമ ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ സിനിമയ്ക്കായിട്ട് ഒരു 100 കാക്കകൾ വേണ്ടി വന്നു ഇൻ ദ സ്റ്റോറി. ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് റേവൺസ്. പക്ഷേ ആവശ്യമുള്ളതോ, ഏറ്റവും കൂടുതൽ ആവശ്യം റേവൺസിനാണ്. പീക്കോക്കോ പാരറ്റോ പീജിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. പക്ഷെ ഇവിടെ എന്ത് വേണം? റേവൺ വേണം. അതിനാണ് ആവശ്യം. നോട്ടീസസ് വെയർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ് ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ പത്രങ്ങളിൽ പരസ്യം കൊടുത്തു. എന്താണ് ഇങ്ങനെ സിനിമ ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് പറയുന്ന സംവിധായകൻ സിനിമ എടുക്കുന്നുണ്ട്. സിനിമയ്ക്ക് ആവശ്യമായിട്ട് 100 കണക്കിന് കാക്കകൾ ആവശ്യമുണ്ട്. ട്രെയിനിങ് കൊടുത്ത കാക്കകൾ ആരുടെയും കൈവശമുണ്ടെങ്കിൽ സിനിമയ്ക്കായിട്ട് കൊണ്ടുവരിക, നല്ല പ്രതിഫലം തരുമെന്നുള്ള പരസ്യങ്ങൾ അമേരിക്കയിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു. Asking people to contact the filmmaker if they knew how to get hold of trained ravens. നിങ്ങൾക്കറിയാവുന്ന ആരുടെയും കയ്യിൽ ട്രെയിനിങ് കൊടുത്ത റേവൺസ് ഉണ്ടെങ്കിൽ ആരുമായിട്ട് ബന്ധപ്പെടുക, ഫിലിം ഡയറക്ടറായിട്ടുള്ള ഹിച്ച്കോക്കുമായി ബന്ധപ്പെടുക എന്നുള്ള പരസ്യം അമേരിക്കയിലെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു. ഓക്കെ. someone replied within a few days. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് പേർ മറുപടി അയച്ചു. He was asked to bring his birds. അങ്ങനെ മറുപടി കൊടുത്തവരോട് പറഞ്ഞു ആരുമായിട്ട് വരിക, കാക്കയുമായിട്ട്, റേവൺസുമായിട്ട് വരിക എന്ന് പറഞ്ഞു. ആൻഡ് ഹി അറൈവ്ഡ് വിത്ത് ഓൾമോസ്റ്റ് 100 ട്രെയിൻ റേവൺസ്. അങ്ങനെ അദ്ദേഹം വന്നു. ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം വന്നു 100 കണക്കിന് കാക്കകളുമായിട്ട്, ട്രെയിൻ കിട്ടിയ കാക്കകളുമായിട്ട് പരസ്യം കണ്ട ആൾ വന്നു. Meditatively their training had not gone very bad. നിസ്സംശയം പറയാം അവരുടെ ട്രെയിനിങ് നോട്ട് ബാഡ്. അഡ്മിറ്റീവ്ലി മീൻസ് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഇവയ്ക്ക് കിട്ടിയ ട്രെയിനിങ് മോശമല്ലായിരുന്നു. ദാറ്റ് ഇറ്റ് ഈസ് ടു സേ ദേ കുഡ് നോട്ട് ഡു എനിത്തിങ് ദാറ്റ് മൈറ്റ് ബി സീൻ ആസ് എക്സ്ട്രാ ഓർഡിനറി. ഇപ്പം തന്നെ അസാധാരണമായ സംഭവങ്ങളൊന്നും നടക്കുന്നതുമില്ല, വലിയ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. പക്ഷേ ഇവർക്ക് കിട്ടിയ ട്രെയിനിങ് സൂപ്പറായിരുന്നു. നമുക്ക് ഒരു ഡയറക്ടറിന് എന്താണോ വേണ്ടത് അതെല്ലാം ആര് ചെയ്തിരുന്നു? കാക്കകൾ. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നും ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, നോക്കിയുള്ളൂ. ബട്ട് ഇഫ് ആസ് മെനി ആസ് 50 റൈവൺസ് ആർ ടോൾഡ് ടു പെർച്ച് ക്വയറ്റ്ലി ഇൻ എ റോ. 50 കാക്കകളോട് പറഞ്ഞു, ഓർഡർ ചെയ്തു, ഒരു വരിവരിയായിട്ടിരിക്കാൻ പറഞ്ഞു. ഓൺ എ സ്പെസിഫൈഡ് സ്പോട്ട്, ഒരു സ്പോട്ട് കാണിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു 50 കാക്കകൾ വരിവരിയായിട്ടിരിക്കാൻ പറഞ്ഞു. ട്രെയിനർ പറഞ്ഞു 50 കാക്കകൾ വരിവരിയായിട്ട് എവിടെ പോയിരുന്നു? ആ സ്ഥലത്ത് പോയിരുന്നു. സാധാരണമായിട്ടുള്ള കാര്യം, നോ എക്സ്ട്രാ ഓർഡിനറി. പക്ഷെ അവ കറക്റ്റായിട്ട് അനുസരിച്ച് പോയി ഇരുന്നു. ആൻഡ് ഇഫ് ദേ ഒബേ ദിസ് കമാൻഡ് ഇൻസ്റ്റന്റീവ്ലി, isn't that pretty impressive?
അപ്പോൾ പറഞ്ഞാൽ മാത്രമേ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അവയെല്ലാം പോയിരുന്നു. വരി വരിയായിട്ട് 50 കാക്കകൾ, ബാക്കി 50 അവിടെ ഉണ്ട്. 50 കാക്കകൾ പോയിരുന്നു. ഈസിൻറ്റ് ദാറ്റ് പ്രറ്റി ഇംപ്രസീവ്? നല്ല ഇംപ്രസീവ് അല്ലേ ഈ കാഴ്ച? കൊള്ളാം അല്ലേ? വളരെ മനോഹരമാണ്, നമുക്ക് ആകർഷിക്കുന്നതാണല്ലേ. പറഞ്ഞ കാക്കകൾ പറഞ്ഞ ഉടൻ തന്നെ 1-2 അല്ല 50 എണ്ണം പോയി ഇതിൽ നിന്നും പോയി ആ വരി വരിയായിട്ട് പോയിരിക്കുന്നു. ഇസ് ഇറ്റ് പ്രറ്റി ഇംപ്രസീവ് അല്ലേ? വളരെ അട്രാക്റ്റീവ് ആണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഹോളിവുഡിൽ. കാക്കകളെ വരെ ഇന്നൊന്നുമല്ല, ഈ കാലത്തിലും 10, 60, 70 വർഷങ്ങൾക്ക് മുന്നിലുള്ള സംഭവമാണ്. അന്ന് ഈ ടെക്നോളജി ഇത്ര വലുതായിട്ട് വന്നിട്ടില്ല. ഇന്നാണെങ്കിൽ മൊത്തം അനിമേഷൻസ്, പിന്നെ എഡിറ്റിംഗ് അല്ലേ, ഒരുപാട് സ്കോപ്പുകളുണ്ട്. പക്ഷെ അന്ന് ഇത്ര ഫെസിലിറ്റി, അന്ന് ഒറിജിനാലിറ്റി തന്നെ എല്ലാം വേണം. ഇതിനു വേണ്ടിയാണ് ഇവർ എന്ത് ചെയ്തു, ട്രെയിനിങ് കൊടുത്ത കാക്കകളെ വരെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വിളിച്ചു. അത് കിട്ടുകയും ചെയ്തു. അതാണ് എൻ്റെ തമാശ. ആ ട്രെയിനിങ് കൊടുത്ത കാക്കകൾ ഉണ്ടായിരുന്നു, അത് സുലഭമായിട്ട് ലഭിച്ചു എന്ന് തന്നെ പറയാം. ഓക്കെ, സ്റ്റോറി ടെല്ലറിന്റെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഈ കഥയുടെ ബാക്കി ഭാഗവുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ, സി യു.